സുജിയ സുമേഷിൻ്റെ സംസ്കാരത്തിനുള്ള ചടങ്ങുകളെല്ലാം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. സുമേഷിൻ്റെ സഹോദരൻ സുകേഷാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. കാർമി എല്ലാ കാര്യങ്ങളും നൽകുന്നു. ഒപ്പം തന്നെ സുമേഷിൻ്റെ സഹോദരനും മറ്റ് ബന്ധുമിത്രാദികളും ഈ കർമ്മത്തിനുണ്ട്. കൂടാതെ സുമേഷിൻ്റെ മകളും ഈ കർമ്മം നടത്തുന്ന ഭാഗത്ത് തന്നെയുണ്ട്, ഈ ചിതയൊരുക്കിയ ഭാഗത്ത് തന്നെയുണ്ട്. കാർമി മകൾക്കും ചില കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ആചാരത്തിൻ്റെ ഭാഗമായി കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള തെക്ക് ഭാഗത്ത് തന്നെയാണ് സുമേഷിൻ്റെ ചിതയും ഒരുക്കുന്നത്. പുതിയ വീട് 5 വർഷം മുമ്പ് ഉണ്ടാക്കിയ വീടിൻ്റെ ഭാഗത്ത് തന്നെ കുടുംബ വളപ്പിൽ തന്നെയാണ് സുമേഷിൻ്റെയും ചിത ഒരുക്കിയിരിക്കുന്നത്. നാട്ടുകാരും ബന്ധുമിത്രാദികളുമായി നിരവധി പേരാണ് സുമേഷിനെ കാണുവാനായിട്ട് ഇവിടെ എത്തിയിരുന്നത്. അതായത് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു ബസ്സിനടക്കം പോലീസുകാരെത്തി റോഡ് നിയന്ത്രിച്ചും അത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ഒഴുക്ക് ഇവിടേക്കുണ്ടായിരുന്നു. സുമേഷിനെ ഒരു നോക്ക് കാണുക എന്നുള്ളത് ഇന്ന് രാവിലെയാണ് പലരും സുമേഷിൻ്റെ മരണവിവരം അറിഞ്ഞതെങ്കിൽ പോലും സുമേഷിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എല്ലാവരും തന്നെ ഇവിടെ എത്തിയെന്നുള്ളതാണ്. ഇപ്പോൾ ഈ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റായപ്പോൾ ആണ് സുമേഷിൻ്റെ മൃതദേഹം ഒരു 4 മണിയോടുകൂടി തന്നെ എത്തി. പിന്നീട് പൊതുദർശനത്തിന് വേണ്ടി പിതാവും മാതാവും ഇരിക്കുന്ന വീടിനകത്ത് സുമേഷിൻ്റെ മൃതദേഹം ഏകദേശം 10 മിനിറ്റോളം വെച്ചതിന് ശേഷം പുറത്ത് 1 മണിക്കൂറോളം മൃതദേഹം പൊതുദർശനം വെച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദഹിപ്പിക്കുന്നതിന് വേണ്ടി വീടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പോൾ ശുശ്രൂഷകൾ, സംസ്കാരത്തിന് വേണ്ട ചടങ്ങുകൾ നടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം സഹോദരനായിരിക്കും ചിത കൊളുത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും നിരവധി പേർ സുമേഷിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ഈ വീടൊന്ന് പൂർത്തീകരിച്ചു, കാറ് വാങ്ങി, അങ്ങനെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നു. പക്ഷേ കാർ വീട്ടിലേക്ക് വരുന്ന വഴിയുള്ളൊരു വീട് തൻ്റെ സ്വപ്നം സുമേഷിനുണ്ടായിരുന്നു. പക്ഷേ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും സുമേഷ് വലിയ സ്വപ്നങ്ങളോടുകൂടി 5 വയസ്സുള്ള അവാനി മോളും ഭാര്യ രമ്യയും സഹോദരൻ സുകേഷും അച്ഛനും അമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു സുമേഷ് എന്നുള്ളതാണ്. ഏക ആശ്രയം. അതായത് പ്രായമായ അച്ഛനും അമ്മയും അസുഖബാധിതരാണ്. സഹോദരന് അസുഖമായതിനെ തുടർന്ന് കുവൈത്തിൽ നിന്ന് കൊല്ലത്തേക്ക് എത്തിയതാണ്. പിന്നീട് ഈ കുടുംബത്തിൻ്റെ എല്ലാ ഭാരവും ഈ സുമേഷ് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇന്നലെ നമ്മൾക്ക് പറയാവുന്നത്, അതായത് ഈ ലിസ്റ്റിലൊന്നും തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവനില്ല എന്ന് കരുതിയിരുന്ന ഈ നിമിഷം വരെ, ഇന്നലെ ഈ നിമിഷം വരെ തൻ്റെ പ്രിയപ്പെട്ടവൻ ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കുടുംബം, പ്രാർത്ഥിച്ചിരുന്ന ഒരു കുടുംബം, അതായത് പരിക്ക് പറ്റിയവർക്കടക്കം താങ്കൾ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ആ കുടുംബം അല്പം മുമ്പ് എല്ലാവരോടും പറഞ്ഞത്. ഒന്നും ഉണ്ടാകരുതേ സുമേഷ്, അതിൽ ഇടപെട്ടരുതേ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ പരിക്ക് പറ്റിയിരുന്നു എന്നുള്ളൊരു കാര്യം വീട്ടുകാരെ അറിയിച്ചു. പക്ഷേ ഇത്രമേൽ വലുതായി വരുമെന്നും പ്രതീക്ഷിച്ചില്ല. സഹോദരൻ രാത്രി തന്നെ ഈ അപകടം വരും, പിന്നീട് മരണവിവരവും അറിഞ്ഞുള്ളൂ. രാത്രി മുഴുക്കെ സഹോദരൻ ആ ഒരു വിഷമം മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പിതാവിനോടും മാതാവിനോടും സഹോദര ഭാര്യയോടടക്കം ഈ നൊമ്പരപ്പെടുത്തുന്ന വാർത്ത പറയുകയുണ്ടായി. പിന്നീട് ഇവിടെ നടന്നത്, വരുന്നവരെല്ലാവരും തന്നെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ എങ്ങനെ ഈ വാക്ക് രമ്യയോടും അതുപോലെ തന്നെ 5 വയസ്സുള്ള അവാനി മകളോടും എന്ത് പറയും, എങ്ങനെ ആശ്വസിപ്പിക്കും, പ്രായമായ അച്ഛനെ പ്രായമായ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് കഴിയാതെ വരുന്ന നാട്ടുകാർ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നാട്ടുകാരെ നമ്മൾ കണ്ടിരുന്നു. കണ്ണ് നിറയെ ഇവിടെ വന്നു പോയ ആളുകൾ ആരും തന്നെ കണ്ണ് നിറയാതെ ഇറങ്ങിപ്പോയിട്ടില്ല. കാരണം